എനിക്ക് വേണ്ടത് ആ മണിമാലയാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഈ നിൽക്കുന്ന സീതയുടെ മകളാണ് നീയെന്ന് നിനക്ക് രമാദേവിയുടെയും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റുമോ? അമ്മ ക്ഷമിച്ച് വെറുതെ വിട്ടത് എന്തിനാണെന്ന് എനിക്കറിയണം. ചിന്നുവിനെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ എന്നോട് പകയും പരാതിയുമുള്ളവര് ഇഷ്ടം പോലെയുണ്ട്. നിനക്ക് പോലും എന്നോട് പരാതികളുണ്ട്. പകയുണ്ടാകാം. ഉണ്ടാവണമല്ലോ. നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമാനങ്ങൾ നൽകാതെ മാറ്റി നിർത്തിയിരിക്കുന്നവൾ ഞാനല്ലേ എന്ന് കരുതി നീ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെയാണ് ചിന്നു. എന്നാലും അമ്മ അവളെ വെറുതെ വിട്ടത് എന്തിനാ? എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് ആ പെണ്ണിനോട് ഇത്രയും പക തോന്നാനുള്ള കാരണം എന്താണെന്നാ. പറയേ. എനിക്ക് ആ പെണ്ണിനോടുള്ള പക അവിടെ നിൽക്കട്ടെ. നിനക്കെന്താ അവളോടുള്ള പക? ഞാൻ എന്റെ അമ്മയെ പോലെ കരുതുന്ന, സ്നേഹിക്കുന്ന, അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അവള്. പോലീസിന്റെ ഭാഷയിൽ അതിന് തെളിവില്ലല്ലോ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, അമ്മയെ കൊല്ലാൻ നോക്കിയത് അവള് തന്നെയാ. അതിന്റെ ശിക്ഷ അവൾക്ക് നൽകാതെ വിട്ടത് തെറ്റ് തന്നെയാ അമ്മേ. ആ തെറ്റും ശരിയും എന്റെ ഭാഗത്ത് നിന്നുള്ളതാ. അതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ, നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ ചോദിച്ചത്? കേട്ടില്ലേ? കേട്ടു. രാജകുടുംബത്തിന്റെ അടയാളമായ ആ മണിമാല, അമൂല്യമായ ആ മണിമാല അണിഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ നീ വരുന്ന നിമിഷം നിന്നെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിച്ച് ഈ വീട്ടിൽ ഒരു റിസപ്ഷൻ പാർട്ടി നടത്തും. നിന്റെയും എന്റെ മകൻ അർജുന്റെയും വിവാഹത്തിന്റേതായ റിസപ്ഷൻ പാർട്ടി. ആ, ഓർമ്മയുണ്ടോ? ഉണ്ട്. ഹാ, അതുവരെ നിന്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ചിന്ത ആ മണിമാല എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ സമർപ്പിക്കാമെന്നുള്ളത് മാത്രമാ. കേട്ടല്ലോ? കേട്ടു. എങ്കില് നമ്മൾ തമ്മിലുള്ള ഈ ചോദ്യം ചെയ്യലെല്ലാം ഇനി അത് കഴിഞ്ഞിട്ട് മതി. അതിനു മുൻപ് വേണ്ട. ഇപ്പൊ എന്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് വരാനായി ഈ സംസ്ഥാനത്തെ ഹോം മിനിസ്റ്ററുടെ മകൾ തയ്യാറായി നിൽക്കുന്നു. എന്റെ കുടുംബത്തിനോടും തറവാട്ട് മഹിമയോടും കിടപിടിക്കാൻ പ്രാപ്തിയുള്ളവൾ. ആ പ്രാപ്തി നിനക്കുണ്ടാകുന്നതുവരെ എന്റെ മകളുടെയും മരുമകളുടെയും സ്ഥാനം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി നീ പൊരുതാൻ നിൽക്കണ്ട. മനസ്സിലായോ? അപ്പോ നിനക്ക് പോകാം. അമ്മേ, ഗുളിക. എന്നെക്കുറിച്ച് ഓർത്ത് അമ്മ എന്തിനാ വിഷമിക്കുന്നെ? എന്നെ സഹായിക്കാൻ എന്നോടൊപ്പം ഭഗവാനുണ്ട്. എന്ത് കള്ളക്കേസിൽ എന്നെ കൊടുക്കാൻ നോക്കിയാലും ദൈവം ചില നല്ല ആളുകളുടെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിക്കും. അതെല്ലാം വിട്ടേക്കമ്മേ. എന്റെ ചേച്ചി പോലും എനിക്ക് എതിരായിരുന്നു. തെളിവുകളെല്ലാം നിനക്കെതിരായിരിക്കുമ്പോ പിന്നെ നിന്നെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് എങ്ങനെയാടി? ഓ, രാജകുമാരിയാണോ? ഇങ്ങനൊരു എഴുന്നള്ളത്ത് പ്രതീക്ഷിച്ചില്ല. ഇത്രയും അനുഭവിച്ചിട്ടും നിന്റെ കുത്തുവാക്കുകളും പരിഹാസവും ഒട്ടും കുറഞ്ഞിട്ടില്ല.
ഒരു സ്ഥാനവും ഇല്ലാതെ മരുമകളെന്ന് സ്വയം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് രമാദേവിയുടെ ആട്ടും തുപ്പും കേട്ടോണ്ട് നിൽക്കുന്ന ആളാ നീ. എങ്കിലും നിന്റെ അഹങ്കാരവും ഒട്ടും കുറഞ്ഞിട്ടില്ല. ആട്ടും തുപ്പും കേട്ട എന്താ? എന്നെ എന്തെങ്കിലും പറയാൻ രമാദേവിക്ക് മാത്രല്ലേ കഴിയൂ? മറ്റുള്ളവരുടെ മുന്നിലേ ഞാനിവിടുത്തെ യജമാനത്തിയല്ലേ? നീയോ വേറൊരു പണിക്കാരി. ഒരേ സ്ഥലത്തുനിന്നും ഒരേ അവസ്ഥയിലും തുടങ്ങിയവരാ നമ്മൾ രണ്ടുപേരും. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ യജമാനത്തിയും നീ എന്റെ പണിക്കാരിയുവാ. അതല്ല അവിടെ നിക്കട്ടെ, തമ്പുരാട്ടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാണാവോ? വളരെ കഷ്ടപ്പെട്ടാ ഞാൻ ഇതുവരെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാനം ഇനിയും നിലനിർത്തണമെങ്കിൽ എനിക്ക് ആ മണിമാല കിട്ടിയേ പറ്റൂ. എനിക്കെന്താ ചോദിക്കാൻ അവകാശമെന്നല്ലേ? കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന മണിമാലയാ അത്. ഞാനും ചിന്നുവിനെ പോലെ നിങ്ങളുടെ മകളല്ലേ? ചിന്നുവിന് ആ മാലയിൽ അധികാരം ഉണ്ടെങ്കിൽ എനിക്കും ഇല്ലേ? എന്റെ അമ്മയാ ഇവര്. നീ ഇവരുടെ മകളാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരില് എന്നെ എല്ലാരും കൂടി പോലീസിൽ പിടിച്ചു കൊടുത്തപ്പോ നീ എവിടെയായിരുന്നു? ഞാൻ നിരപരാധിയാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല ഇപ്പൊ എന്നൊരു കൂടപ്പിറപ്പാണെന്ന് നീ പറയുന്നു. എന്നിട്ടും എന്നെ സഹായിക്കാനോ എന്റെ പക്ഷം പിടിക്കാനോ നിന്നെ ഞാൻ അവിടെ കണ്ടില്ലല്ലോ. എടി, എന്റെ സാഹചര്യം അങ്ങനെയാണ്. ആ വീട്ടിലെ മരുമകളാ ഞാൻ. അവിടെ വിഷം കുടിച്ച് കിടന്നത് രമാദേവിയാ. നീയാണ് അവർക്ക് വിഷം കലർന്ന് ജ്യൂസും കൊടുത്തത്. സംശയാസ്പദമായ നിലയിൽ നിന്നെ മാത്രമേ കാണാൻ കഴിയുള്ളായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നായിരുന്നു നീ പറയുന്നേ? സത്യത്തില് രമാദേവിക്ക് വിഷം നൽകി അവരെ കൊല്ലേണ്ട ആവശ്യം എന്നെക്കാളും കൂടുതൽ നിനക്കായിരുന്നു. എന്നിട്ടും നീ എന്നെയാ ചതിക്കാനും ഉറ്റുകൊടുക്കാനും നോക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ നിലനിൽപ്പ് എനിക്ക് നോക്കിയേ പറ്റൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് സത്യവും നീതിയും ധർമ്മവും എന്ന് പറഞ്ഞ് ഞാൻ നടന്നിരുന്നെങ്കിലേ നിന്നെപ്പോലൊരു വേലക്കാരിയായി ഇതുപോലെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയെന്നെ. എന്റെ സ്വന്തം കാര്യങ്ങള് ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നോണ്ടാ ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഏത് നിലയില്? എപ്പ വേണമെങ്കിലും നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാം. അതുവരെ കാണിക്കുന്ന ഈ ആഡംബരവും കേമത്വവും മാത്രമല്ലേ നിനക്കുള്ളൂ? ആ അവസ്ഥയിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോട് ഈ ഹെൽപ്പ് ചോദിച്ചത്. എനിക്ക് ആ മണിമാല വേണം. എനിക്കത് കിട്ടിയേ പറ്റൂ. അതെന്റെ കയ്യിലില്ല. എടി, ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കയ്യിൽ നിന്നും അതെങ്ങനെ വാങ്ങണമെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടത് ആ മണിമാലയാ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഈ നിൽക്കുന്ന സീതയുടെ മകളാണ് നീ എന്ന് നിനക്ക് രമാദേവിയുടെയും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറ്റുമോ?